വയലൻസ് ചിത്രമായ മാർക്കോയ്ക്ക് വിലക്ക് വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. TV ചാനലുകളിൽ മാർക്കോ പ്രദർശിപ്പിക്കാൻ പാടുള്ളതല്ല എന്ന് ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡ് വിലക്കിയിരിക്കുന്നു. അങ്ങനെ മാർക്കോ ചാനലുകളിൽ പ്രദർശിപ്പിക്കാനുള്ള അനുമതി നിഷേധിച്ചിരിക്കുന്നു. ചിത്രത്തിൻ്റെ OTT പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ട് സർട്ടിഫിക്കേഷൻ ബോർഡ് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ടത്രേ. ചിത്രത്തിന് A സർട്ടിഫിക്കറ്റാണ് സെൻസർ ബോർഡ് നൽകിയതെന്നും അതിനാലാണ് ഈ നടപടിയെന്നുമാണ് ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡിൻ്റെ വിശദീകരണം. കേരളത്തിൽ യുവാക്കൾക്കിടയിൽ വയലൻസ് അതിഭീകരമായി വളരുന്നതിൽ സിനിമാ മേഖലയ്ക്കും പുതുതായി ഇറങ്ങുന്ന സിനിമകൾക്കും നല്ലൊരു പങ്ക് വഹിക്കാനുണ്ട് എന്ന ആരോപണങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് ഈയൊരു സെൻസർ സർട്ടിഫിക്കേഷൻ ബോർഡിൻ്റെ നടപടി. A സർട്ടിഫിക്കറ്റുള്ള സിനിമ 18 വയസ്സിൽ താഴെയുള്ളവരെ കാണാൻ അനുവദിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും പരാതി ലഭിച്ചാൽ ആ തിയേറ്ററിൽ നിന്നും 10,000 രൂപ വരെ പിഴ ഈടാക്കാമെന്നുമാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ്റെ പ്രതിനിധികൾ പറയുന്നത്. മാതാപിതാക്കൾ ബോധവാന്മാരായിരിക്കണം എന്നത് മാത്രമാണ് കുട്ടികളെ ഇത്തരം ചിത്രങ്ങൾ കാണുന്നതിൽ നിന്നും വിലക്കാൻ ഏക മാർഗമെന്നും സർട്ടിഫിക്കേഷൻ ബോർഡ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും മലയാളത്തിലെ ഏറ്റവും വയലൻസ് ചിത്രം എന്ന രീതിയിൽ ആഘോഷിക്കപ്പെട്ട ഒന്ന് തന്നെയാണ് മാർക്കോ. വിഷയം അവിടെ നിൽക്കട്ടെ. കുട്ടികൾക്കാണോ മുതിർന്നവർക്കാണോ മനോവികലമുണ്ടെന്നതും അവരാണോ ഇത്തരം വയലൻസ് ഉള്ള മലയാള സിനിമകൾ കാണരുത് എന്ന് നിർദ്ദേശിക്കേണ്ടത് എന്നതുമാണ് ഇപ്പോഴത്തെ ചോദ്യം. നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന് വൻ വിജയം നേടിയ 2 മലയാള സിനിമകളെ കൊണ്ട് പറയിപ്പിച്ചത് കേരളത്തിലെ സിനിമാ പ്രവർത്തകരായ എഴുത്തുകാരും സംവിധായകരും തന്നെയാണ്. അതും മലയാളത്തിലെ ഏറ്റവും ജനസമ്മതിയുള്ള നടനെ കൊണ്ട് തന്നെ. എന്നിട്ടെന്തായി, ആ 2 സിനിമകളും വൻ വിജയമായിരുന്നു. ഇതുതന്നെയാണ് ഫെഫ്ക, ഡയറക്ടേഴ്സ് യൂണിയനും നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കും ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയ്ക്കുമൊക്കെ ന്യായീകരണമായി പറയാനുള്ളത്. അതിൽ ന്യായമുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ജനങ്ങളിലേക്ക് എത്തുന്നത് അതിവിശാലമായ പരിധിയില്ലാത്ത വിഷ്വൽ ഡേറ്റയാണ്. അതിൽ സിനിമയെ മാത്രം എന്തിനു കുറ്റം പറയുന്നു എന്നതാണ് സിനിമാ പ്രവർത്തകരുടെ ന്യായമായ ചോദ്യം. എന്താണ് ഫെഫ്കയ്ക്ക് പറയാനുള്ളത്? നിതാന്ത ജാഗ്രതയോടെ സമൂഹത്തിലെ തിരുത്തൽ ശക്തികളായി തങ്ങൾ നിലകൊള്ളും എന്നു തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന് പലതവണ ജനപ്രിയ നായകനെ കൊണ്ട് പറയിപ്പിച്ചതും കയ്യടി വാങ്ങിയതും. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ സംഘടനാ സുഷുപ്തിയിലേക്കാണ് ഇപ്പോൾ ഏവരും വിരൽ ചൂണ്ടുന്നത്. ലഹരിയും ഇടിമുറികളും കിരാതമായ റാഗിങ്ങും ക്യാമ്പസുകളുടെ ടുഡു ലിസ്റ്റിലെ പ്രധാന വിഷയങ്ങളാകുമ്പോൾ നിശ്ചിതമായ സ്വയം വിമർശനത്തിലൂടെ ഉയർത്തെഴുന്നേൽക്കേണ്ടവർ സിനിമയെ പഴിചാരി അലസ സംതൃപ്തി നേടുന്നതിൽ തങ്ങൾക്ക് ദുഃഖവും നിരാശയുമുണ്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഫെഫ്ക. കുറ്റകൃത്യങ്ങൾക്ക് പലപ്പോഴും കാരണമാകുന്നത് കേരളത്തിലെ ക്യാമ്പസുകളിലും നിരത്തുകളിലും ചില ഹോട്ടലുകളിലും ബാറുകളിലുമൊക്കെ സുലഭമായി കിട്ടുന്ന സിന്തറ്റിക് ലഹരിയാണെന്നാണ് പോലീസും എക്സൈസും മാധ്യമങ്ങളും വ്യക്തമായി തെളിവുകളോടെ പറയുന്നത്. ലഹരിയുടെ കുത്തൊഴുക്കിന് കാരണവും ഏതാനും സിനിമകളിലെ ലഹരി ഉപയോഗത്തിൻ്റെ ദൃശ്യവൽക്കരണം ആണെന്നാണോ എന്നാണ് സിനിമാ പ്രവർത്തകരുടെ ചോദ്യം. സമീപകാലത്ത് നമ്മുടെ നാടിനെ നടുക്കിയ അരുങ്കൊലകൾ ചെയ്ത ചെറുപ്പക്കാരെ അത്തരമൊരു ഹീനകൃത്യം ചെയ്യാൻ അറപ്പില്ലാതെ പ്രേരിപ്പിച്ചത് മലയാളത്തിൽ പുറത്തിറങ്ങിയ സിനിമകളാണ് എന്ന അഭിപ്രായം ഭരണകർത്താക്കളിൽ നിന്നും രാഷ്ട്രീയ, യുവജന, വിദ്യാർത്ഥി പ്രസ്ഥാന നേതൃത്വങ്ങളിൽ നിന്നും പോലീസ് അധികാരികൾ, മനഃശാസ്ത്രജ്ഞർ, എന്തിന് മാധ്യമപ്രവർത്തകർ, സാമൂഹിക നിരീക്ഷകർ എന്നിവരുടെ മുഖ്യ വായിൽ നിന്നും പുറത്തുവന്ന ഈ സാഹചര്യത്തിലാണ് സിനിമാ പ്രവർത്തകരും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്നത്. സിനിമ ചിത്രീകരിക്കുന്ന വയലൻസാണ് സാമൂഹിക തിന്മകൾക്ക് കാരണമാകുന്നത് എന്ന തരത്തിലുള്ള ഒരു സമീകരണമോ തീർത്തും ദുർബലമായ ലളിതവൽക്കരിക്കാനുള്ളൊരു പ്രതിഫലന സിദ്ധാന്തമോ ആണ് ഈ അഭിപ്രായപ്രകടനങ്ങൾക്ക് അടിസ്ഥാനമാകുന്നത് എന്നത് തന്നെയാണ് സിനിമാ മേഖലയുടെ വിലയിരുത്തൽ. മുമ്പെങ്ങുമില്ലാത്ത വിധം മാധ്യമ വിസ്ഫോടനത്തിൻ്റെ കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എങ്ങനെ ആത്മഹത്യ ചെയ്യണമെന്നറിയാൻ, എങ്ങനെ പിഴവില്ലാതെ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്യണം, നിർവഹിക്കണം എന്നറിയാൻ ഗൂഗിളിൽ പരിധിയുടെ അനലിറ്റിക്സ് ഇപ്പോൾ ലഭ്യമാണ്. 10 പേരെ വെടിവെച്ച് കഴിഞ്ഞാൽ ഒരു തോക്ക് ഫ്രീ കിട്ടുന്നത് പോലുള്ള ഗെയിമുകൾ ഇന്ന് കുട്ടികൾക്കിടയിൽ സുപരിചിതമാണ്. എന്തിനാണ് അങ്ങനെ വെടിവെച്ച് കൊല്ലുന്നത് എന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് പോലും ഉത്തരമില്ല. അന്യ സംസ്കാരങ്ങളിൽ നിന്നും അന്യ ഭാഷകളിൽ നിന്നും വരുന്ന വെബ് സീരീസുകൾ, ഗെയിമുകൾ, സിനിമകൾ ഇതൊക്കെ മലയാളത്തിലെ സിനിമകളേക്കാൾ വയലൻസ് ഏറിയതാണെന്നതാണ് വ്യക്തം. എന്തിനേറെ ജപ്പാനിൽ നിന്നും കൊറിയയിൽ നിന്നും വരുന്ന ഗെയിമുകളും സീരീസുകളും എത്രയോ നാളുകളായി നമ്മുടെ കുട്ടികളും മുതിർന്നവരും കണ്ട് നിർവൃതി അടയുന്നു. ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ളത് ഈ സിനിമകളിൽ നിന്നുമാണെന്നും സീരീസുകളുമാണെന്നും രഹസ്യമായ വിവരമല്ല. പക്ഷേ ക്രൈം റേറ്റ് ഏറ്റവും കുറവുള്ള രാജ്യം ജപ്പാനാണെന്നതും ശ്രദ്ധേയമാണ്. അവരുടെ നിയമവ്യവസ്ഥയും സാമൂഹിക
സുരക്ഷാ മാനദണ്ഡങ്ങളും സോഷ്യൽ ഓഡിറ്റിങ്ങും അത്രമേൽ ഫലപ്രദമായാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും പറയാനുള്ളത്. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. പോലീസ് വെറുതെ കുറ്റം സംബന്ധിച്ച് അടിയറവ് പറയരുത്. നിയമസഭയിൽ അൻവർ സാദ് ആവശ്യപ്പെട്ടതുപോലെ എക്സൈസ് വകുപ്പിൽ നിന്നും ലഹരി വിരുദ്ധ ക്യാമ്പിൻ്റെ ചുമതല സ്പോർട്സ്, യുവജനകാര്യ, സാമൂഹ്യക്ഷേമ വകുപ്പുകൾക്ക് കൈമാറി സർക്കാരും തലയുരരുത്. അതൊക്കെ അബദ്ധ ജടിലമാകും. ലഹരി കേരളത്തെ വരിഞ്ഞു മുറുക്കുന്നു എന്നതിനേക്കാൾ യുവ കേരളം ലഹരിക്ക് പിന്നാലെ പായുന്നു എന്ന ഭീതിജനകമായ അവസ്ഥയാണിപ്പോൾ. കായിക കേരളം, കലാകേരളം, സാംസ്കാരിക കേരളം എന്നീ പദങ്ങൾ കേട്ടനുഭവിച്ച് പരിശീലിച്ചിരുന്ന നമ്മുടെ യുവത്വത്തിന് മുന്നിൽ ഇപ്പോൾ രക്ഷകരെ അവതരിച്ചിരിക്കുകയാണ് ലഹരി മാഫിയ. ടർഫുകളടക്കം കളിസ്ഥലങ്ങൾ യഥേഷ്ടമുണ്ടായിട്ടും സ്പോർട്സിനൊന്നും അടിമപ്പെടാതെ യുവത്വം ലഹരി തേടി പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവരുടെ നിയന്ത്രണത്തിലും മാർഗരൂപീകരണത്തിലും നമുക്കും അധികൃതർക്കും എന്തോ പാളിച്ച സംഭവിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്തെ ആസൂത്രണത്തിലെ പിടിപ്പുകേട് കൊണ്ട് മിടുക്കർ വിദേശ രാജ്യങ്ങളിൽ പഠനം തേടിപ്പോകും. അവരവിടെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കും. അവശേഷിക്കുന്നവരോ അതിലൊരു ഭാഗം ഇവിടെ ലഹരിയടക്കം ഉപാധികളിൽ അഭയം തേടി ജീവിതം ഇല്ലാതാക്കും. അതാണിപ്പോൾ കേരളത്തിലെ അവസ്ഥ. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ലഹരിക്ക് ഒരുപോലെ ആവശ്യക്കാരുണ്ട് എന്ന ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമിൻ്റെ ഒരു പ്രമുഖ ദിനപത്രത്തിലെ പ്രതികരണത്തോടെ പോലീസിൻ്റെ കുറ്റസമ്മതവും നിസ്സഹായാവസ്ഥയും വീണ്ടും വ്യക്തമായിരിക്കുന്നു. രക്ഷിതാക്കളുടെ തലത്തിൽ ഇതിനെതിരെ ബോധവൽക്കരണം ഉണ്ടാകണമെന്നും ADGP പറഞ്ഞ് അവസാനിപ്പിക്കരുത്. സായുധബലമുള്ള പോലീസിനും ലഹരിയുടെ ഉറവിടവും കേരളത്തിലേക്കുള്ള വരവും നന്നായി അറിയാവുന്ന സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡിനും എക്സൈസ് ഇൻ്റലിജൻസിനും ഒരുമിച്ച് നിന്നാൽ തീർക്കാവുന്ന പ്രതിരോധം കേരളത്തിൽ സാധ്യമാകണം. പഠന മികവ് മാത്രം ലക്ഷ്യം വയ്ക്കുന്ന രീതി അധ്യാപകൻ തൽക്കാലം ഉപേക്ഷിക്കണം. വിദ്യാർത്ഥികളുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ, വൈകൃതങ്ങൾ കൂടി മനസ്സിലാക്കാനാകുന്ന നല്ലൊരു കൗൺസിലർ കൂടിയായി മികച്ച സ്കൂളുകളിലെ അധ്യാപകരടക്കം മാറണം. ലഹരി കൈമാറ്റം എവിടെ നടന്നാലും ജനം പ്രതികരിക്കണം. ജനത്തിന് ഇത്തരം വിവരങ്ങൾ നൽകാൻ വേണ്ടി പോലീസ് എക്സൈസ് സംയുക്ത ടോൾ നമ്പർ വരണം. ജില്ലാതല കൺട്രോൾ യൂണിറ്റുകൾ അടിയന്തരമായി സജ്ജമാക്കണം. ലഭിക്കുന്ന വിവരങ്ങളിൽ പോലീസിൻ്റെ അടിയന്തര നടപടി ഉണ്ടാകണം. പ്രതികൾക്കെതിരെ കാപ്പ ചുമത്തണമെങ്കിൽ അതും വേണം. സംസ്ഥാനം കടത്തണം അവരെ. ലഹരി കടത്തുകാരെ സംശയിക്കുന്നത് ഏത് രാഷ്ട്രീയ നേതാവായാലും പ്രതിപ്പട്ടികയിൽ അവരുമുണ്ടാകണം. പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകിട്ടണം. സമൂഹ മാധ്യമങ്ങൾ, ചലച്ചിത്രങ്ങൾ ഒക്കെ മിതത്വം പാലിക്കണം. തലമുറയ്ക്ക് നല്ല സന്ദേശം നൽകാനാകാത്ത ഒന്നിനെയും ഫിലിം ഡിസ്ട്രിബ്യൂട്ടർമാർ, ഫിലിം സെൻസർ ബോർഡ് ഒന്നും പ്രോത്സാഹിപ്പിക്കരുത്. കൗമാരക്കാരിൽ വയലൻസ് കൂടുന്നതിനൊപ്പം മയക്കുമരുന്ന് വെല്ലുവിളിയും കൂടുന്നെന്ന് തദ്ദേശ മന്ത്രി MP രാജേഷ് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ സംസ്കാരത്തിന് സിനിമയ്ക്ക് വലിയ പങ്കുണ്ടെന്ന് മന്ത്രി വിമർശിക്കുമ്പോൾ ജനത്തിന് അറിയേണ്ടത് നടപടി എന്താണെന്നാണ് പറഞ്ഞത്. സിനിമ, വെബ് സീരീസ് എന്നിവ സമൂഹ മാധ്യമങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നു എന്ന യാഥാർത്ഥ്യത്തെ അടിസ്ഥാനമാക്കിയാണ്. വയലൻസ്, മയക്കുമരുന്ന് ഇടപാട് എന്നിവയുടെ അതിപ്രസരമുണ്ടോ എന്ന് സെൻസർ ബോർഡിൻ്റെ വിലയിരുത്തൽ കൂടി കണക്കിലെടുത്ത് വേണം സിനിമകൾക്ക് തദ്ദേശ വകുപ്പ് തിയേറ്ററുകളിലടക്കം പ്രദർശന അനുമതി നൽകാൻ. ഇത്തരം സിനിമകൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൂടി നിർബന്ധമാക്കണം. വെബ് സീരീസുകൾക്കും ഈ വ്യവസ്ഥകൾ കർശനമാക്കണം. ഒരു നല്ല കേരളത്തെ പടുത്തുയർത്താൻ ലഹരിയെ തടഞ്ഞേ മതിയാകും. അതിനാണ് കേരളം ഇനിയെങ്കിലും ഒരുമിച്ച് നിൽക്കേണ്ടത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.